ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് കൃപയാൽ സീക്ക് ആൻഡ് സേവ് ഓൺലൈൻ ബൈബിൾ സ്കൂളിനുള്ള ബന്ധത്തിൽ നമുക്ക് വീണ്ടും സന്ധിപ്പാനായി ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് കൃപയാൽ കഴിഞ്ഞ 417 ക്ലാസ്സുകളിലൂടെ 42 വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മൾ 43ാമത്തെ വിഷയം നമ്മൾ തുടങ്ങുകയാണ്. ഇത് നമ്മുടെ 418ാമത്തെ ക്ലാസ്സുകളാണ്. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. എന്നാൽ സങ്കടകരമായൊരു കാര്യമുണ്ടായത്, നമ്മുടെ ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ റെഗുലറായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതായ നമ്മുടെ യൂട്യൂബ് ചാനല് മറ്റുള്ളവരാൽ ഹാക്ക് ചെയ്യപ്പെടുകയും അതിൻ്റെ നമ്മുടെ പാഠങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയാതെ നമ്മുടെ പാഠങ്ങൾ നഷ്ടപ്പെട്ടു പോകാനിടയായിരുന്നു. അതിൽ വളരെ സങ്കടമുണ്ട്. ചിലർക്ക് പാഠങ്ങൾ കഴിഞ്ഞ നാളുകൾ കിട്ടിയിരുന്ന പാഠങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. എന്നാൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയും സീക്ക് ആൻഡ് സേവ് ഓൺലൈൻ ബൈബിൾ സ്കൂൾ തന്നെയാണ് പേര്. അതുകൊണ്ട് നിങ്ങൾക്ക് പാഠങ്ങൾ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിവരം ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് പാഠങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. എന്നാൽ ഒന്നാമത്തെ പാഠം മുതൽ 417ാമത്തെ പാഠം വരെ ഉണ്ടായിരുന്നത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു, കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആദ്യത്തെ കുറേ പാഠങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വിഷയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് ഈ ഫേസ്ബുക്കിലുള്ളതുകൊണ്ട് കുറേയൊക്കെ ഫേസ്ബുക്കിൽ എടുക്കാൻ കഴിയും. എന്തായാലും നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും നന്മയ്ക്കാണെന്നാണല്ലോ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുറകിലെ ദൈവം കാണുന്ന നന്മയും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പുതിയ വിഷയത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും യേശു നാമത്തിലെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹായ സഹകരണങ്ങൾ, പ്രാർത്ഥനയുടെ പിൻബലം എന്നൊക്കെ നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന വിഷയം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ന്യായാധിപന്മാർ ആ ഒരു പദം, ന്യായാധിപന്മാർ എന്നൊരു പദം ദൈവത്തെ കുറിച്ചും മനുഷ്യരെക്കുറിച്ചും വളരെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവം സർവ്വഭൂമിക്കും ന്യായാധിപതിയാണ് എന്ന് നമ്മൾ ഉൽപ്പത്തി 18:25 വായിക്കുന്നുണ്ട്. മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു എന്ന് പുറപ്പാട് 18:13 കാണുന്നുണ്ട്. ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുത്തവരായിട്ടും അവർക്ക് ദൈവത്താൽ പ്രത്യേക ശക്തിയും അധികാരവും ലഭിച്ചതായും നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ദൈവാത്മാവിൻ്റെ ആവാസം ഉണ്ടായിരുന്നതായും ആ ആത്മശക്തിയാൽ അവരുടെ ദൗത്യ നിർവഹണം നടത്തിയിരുന്നതായും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം 3-9 പഠിക്കുമ്പോൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി ദൈവജനത്തെ വിടുവിക്കുന്ന ദൗത്യമാണ് അവരുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്നത് എന്ന് കാണാൻ കഴിയുന്നു. 3:10, 4:4, 10:2-3 വാക്യങ്ങൾ, 1 ശോമേല് 4:18 നമ്മൾ ന്യായാധിപന്മാരെ കൊണ്ട് ദൈവം ചെയ്തതായ പ്രവൃത്തികളെ കുറിച്ചുള്ളതായ ഒരു വിവരണം കാണാൻ കഴിയുന്നുണ്ട്. ന്യായാധിപന്മാർ പൊതുവെ സ്ഥിരമായതോ സ്ഥാപനവൽക്കരിക്കപ്പെട്ടതോ ആയ ഭരണ സംവിധാനം ഇല്ലാത്തവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ന്യായാധിപ കേന്ദ്രം അവിടെ വന്ന് വിവരങ്ങൾ അറിയിച്ച് അങ്ങനെയല്ല. അതത് തലമുറയിൽ ദൈവം
തൻ്റെ ജനത്തെ പരിപാലിപ്പാനായിട്ട് ചിലരെ തിരഞ്ഞെടുത്ത് ഒരു ഉത്തരവാദിത്വം അധികാരം ഒരേ കൊടുത്തു. അവരാ കാര്യങ്ങൾ ദൗത്യം നിർവഹിക്കാൻ ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. ന്യായാധിപന്മാർ ഇവർക്ക് നാഗീദ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ പദവി പൈതൃകമായി ലഭിക്കുന്നതല്ല, അല്ലേ? രാജകീയ അധികാരങ്ങൾ ചിലപ്പോൾ മക്കൾക്ക് കൈമാറുന്ന പോലെ ഒരു ന്യായാധിപൻ്റെ മക്കൾ അടുത്ത തലമുറയിൽ ന്യായാധിപന്മാരാകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് പൈതൃകമായി ലഭിക്കുന്ന ഒരു ഉത്തരവാദിത്തമല്ല, മറിച്ച് അതത് തലമുറയിൽ ദൈവം നിർജ്ജനത്തെ പരിപാലിപ്പാനായി ന്യായവിസ്താരം നടത്തുവാനായിട്ടൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിയമിച്ചാക്കപ്പെടുന്നതായ വ്യക്തികളായിരുന്നു അതത് കാലഘട്ടങ്ങളിലെ ന്യായാധിപന്മാർന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്താൽ ലഭിച്ചപോലെ തന്നെ ദൈവത്താൽ നീക്കപ്പെടുന്നതുമായ ഒരു പദവിയാണിത്. ഇതിൽ ഷോഫേഡ് ഒരു പദം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡീൻ എന്നൊരു പദമുണ്ട്. ഈ ന്യായാധിപന്മാരുടെ ചുമതലകളെ വിവരിക്കുവാനായി കൊടുത്തിട്ടുള്ള പദങ്ങളാണിതൊക്കെ. ഷോഫേഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ദേശപരിധികളിൽ ഭരണം നടത്തുകയും നീതിന്യായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നവരാണ് ആര്? ഷോഫേഡ്. അഭിപ്രായ പദമാണത്. ന്യായാധിപന്മാർക്ക് കൊടുത്തിരുന്നതായ ഒരു പദമാണത് ഷോഫേഡ്. എന്തായാലും ഉദ്ദേശം, അർത്ഥം, ഒരു നിശ്ചിത ദേശപരിധിക്കുള്ളിൽ ഭരണം നടത്തുകയും നീതിന്യായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർക്ക് പറഞ്ഞ പേരാണ് ഷോഫേഡ്. വിധി കൽപ്പിക്കുക, നീതിപാലനം നടത്തുക, സംരക്ഷിക്കുക, ഭരിക്കുക എന്നീ അർത്ഥങ്ങളും ഈ പദത്തിലുണ്ട്. അപ്പോൾ ഷോഫേഡ് എന്ന് പദത്തിന് ഒരു വിശാലമായ അർത്ഥമുണ്ട്. വിധി കൽപ്പിക്കുക, നീതിപാലനം നടത്തുക, സംരക്ഷിക്കുക, ഭരിക്കുക എന്നീ അർത്ഥങ്ങളുണ്ട്. ചിലയിടങ്ങളിൽ ഭരണകർത്താവ് എന്നർത്ഥത്തിലും ഈ പദം ഉപയോഗിച്ചതായിട്ടും പണ്ഡിതന്മാർക്ക് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 7:9 അങ്ങനെയാണ് വിവരിച്ചിരുന്നതാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. പല ചുമതലകളുള്ള ഒരുവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നു മാത്രമാണ് ന്യായപാലനം എന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ന്യായപാലനം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അതിൽ ഒരു കാര്യമാണതിനെ ന്യായപാലനം നടത്തുക എന്നുള്ളത്. വിധി പറയുക മാത്രമല്ല, പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതും ഇവരുടെ ഉത്തരവാദിത്തം ആയിരുന്നു. പലപ്പോഴും ദൈവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിലൊക്കെ അവർക്ക് വേണ്ടി പടയെ നയിക്കുവാൻ, യുദ്ധം ചെയ്യുവാൻ ഒക്കെ ഈ ന്യായാധിപന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 180ഓളം പ്രാവശ്യം ഷോഫേഡ് എന്ന പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡീൻ എന്ന പദം ന്യായപാലനം മാത്രം നടത്തുന്നതിന് കാണിക്കുന്ന പദമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഷോഫേഡ് എന്ന പദത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുള്ളപ്പോൾ ഡീൻ എന്ന പദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ന്യായപാലനം മാത്രം നടത്തുന്ന അതിനുവേണ്ടി കാണിക്കുന്ന ഒരു പദമാണെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഏകദേശം 25 പ്രാവശ്യം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അതിൽ 24 ഭാഗത്തും ന്യായപാലനത്തിലുള്ള ബന്ധത്തിലാണ് ഈ പദം ഉപയോഗിച്ചിരുന്നത്. കണ്ടോ, പഴയ നിയമത്തിൽ 25 പ്രാവശ്യം ഡീൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിൽ 24 സ്ഥലങ്ങളിലും ഇടങ്ങളിലും ന്യായപാലനത്തിൽ ബന്ധപ്പെട്ടാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ബാഹ്യ ശത്രുക്കളിൽ നിന്നുള്ള ജനത്തെ രക്ഷിക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക, ജനങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവശജനങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുക, ഇതൊക്കെയായിരുന്നു ന്യായാധിപതികൾ പ്രധാനങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ അവർക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്,
ബാഹ്യശക്തിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണം. 2, സമാധാനം പുനഃസ്ഥാപിക്കണം. 3, ജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. അവശരായ സാധുക്കളായ ജനങ്ങളെ സംരക്ഷിക്കണം. അവർക്ക് നീതി ഉറപ്പാക്കണം. ഇതൊക്കെയായിരുന്നു പ്രധാന ഉത്തരവാദിത്തങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഏകദേശം 12 ന്യായാധിപന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഒത്നിയേൽ 3-ാം അധ്യായത്തിന് 7 മുതൽ 11 വരെ, യേഹൂദ് 3-12 മുതൽ 30 വരെ, ദെബോര 4-ാം അധ്യായം 5-ാം വാക്യം 4-5 അധ്യായങ്ങളിൽ, ഗിദെയോൻ 6, 7, 8 അധ്യായങ്ങളിൽ, അബിമേലേക്ക് 9-ാം അധ്യായം, ഇബ്താഹ് 11-ാം അധ്യായത്തിൽ, ശിംശോൻ 13-14 അധ്യായങ്ങളിൽ. ഈ 7 പേരെ വലിയ ന്യായാധിപന്മാരെന്ന് വിളിക്കാറുണ്ട്. ഒത്നിയേൽ, യേഹൂദ്, ദെബോര, ഗിദെയോൻ, അബിമേലേക്ക്, ഇബ്താഹ്, ശിംശോൻ എന്നിവരെ വലിയ ന്യായാധിപന്മാരെന്ന് വിളിക്കാറുണ്ട്. ശങ്കർ, തോല, ജയീർ, ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ എന്നിവരെ ചെറിയ ന്യായാധിപന്മാരെന്നും വിളിച്ചു വരുന്നു. ദൈവജനം ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ദൈവം അവരെ നേരെ ശത്രുക്കളെ വരുത്തുകയും ശത്രുക്കളുടെ പീഡനിമിത്തമായ ജനം നിലവിളിക്കുകയും ദൈവം തൻ്റെ കരുണയാൽ വിമോചകരായ ന്യായപാലകരെ എഴുന്നേൽപ്പിക്കുകയും അവർ വന്ന് സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. നമുക്കറിയാം, ദിവസം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും ന്യായപാലന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനം ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. ദൈവം അവരെ ശത്രുക്കളെ ഏൽപ്പിച്ചു. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ കരുണ കാണിച്ചു. അവരെ വിടുവിച്ചുള്ള കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. പല പ്രാവശ്യം ആവർത്തിച്ച് കാണാൻ കഴിയുന്ന ചരിത്രമാണിത്. യേഹൂദിൻ്റെ കാലഘട്ടത്തിലെ പ്രധാന ശത്രുക്കൾ മോവാബ്യരായിരുന്നു. ഈ കാലയളവിൽ 18 വർഷത്തോളം പീഡനം അനുഭവിക്കുകയും 80 വർഷത്തോളം സമാധാനം അനുഭവിക്കുകയും ചെയ്തു. ദെബോരയുടെ കാലയളവിൽ കനാന്യർ ആയിരുന്നു പ്രധാന ശത്രുക്കൾ. 20 വർഷത്തോളം ജനം പീഡനം അനുഭവിക്കുകയും 40 വർഷത്തോളം സമാധാനം അനുഭവിക്കുകയും ചെയ്തു. ഉണ്ടോ, ഇവരെ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് മാറി മാറി പോകുന്നു അപ്പോഴൊക്കെ ശത്രുക്കളായി പീഡനം ഉണ്ടാകുന്നു. അവർ നിലവിളിക്കുന്നു. ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ച് ആ ജനത്തെ വിടുവിക്കുന്നു. അതുപോലെ തന്നെ ഗിദെയോന്റെ കാലഘട്ടത്തിൽ മിദ്യാന്യരായിരുന്നു പ്രധാന ശത്രുക്കൾ. 7 വർഷം ജനം പീഡനം അനുഭവിക്കുകയും 40 വർഷത്തോളം സമാധാനം അനുഭവിക്കുകയും ചെയ്തു. ഇബ്താന്റെ കാലഘട്ടത്തിൽ അമോന്യരായിരുന്നു പ്രധാന ശത്രുക്കൾ. ജനം 18 വർഷം പീഡനം അനുഭവിച്ചു. അതിനുശേഷം അവർ 6 വർഷത്തോളം സമാധാനം അനുഭവിക്കാനിടയായിത്തീർന്നു. ശിംശോന്റെ കാലയളവിൽ ഫിലിസ്തീനായിരുന്നു പ്രധാന ശത്രുക്കൾ. 40 വർഷം പീഡനം അനുഭവിക്കുകയും 20 വർഷം സമാധാനം അനുഭവിക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ അവിശ്വസ്തയുടെ യഥാർത്ഥം തുറന്നു കാട്ടുന്ന വചനമാണ് 17-6, 21-25 എന്നൊക്കെ ഉള്ളത്. അവർ എപ്പോഴൊക്കെ ദൈവത്തിൽ അകന്നു പോകുന്നു അപ്പോഴൊക്കെയും ദൈവിക ഇടപെടലുണ്ടാകുന്നു. ദൈവം അവരെ ശത്രുക്കളെ ഏൽപ്പിക്കുന്നു. അവർ നിലവിളിക്കുന്നു. ദൈവം അവരുടെ കരുണ കാണിക്കുന്നു. അങ്ങനെയുള്ളതായി ഈ പ്രോസസ്സ് ഇങ്ങനെ മാറി മാറി മരുന്ന് കാണാൻ കഴിയുന്നു. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് ചില കാര്യം ചിന്തിച്ചാൽ, കനാൻ കൈവശപ്പെടുത്തിയ കാലഘട്ടം മുതൽ ശമൂവേലിൻ്റെയും ശൗലിൻ്റെയും കാലഘട്ടം വരെയുള്ള ചരിത്രമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വിവരിക്കുന്നത്. മൂലഭാഷയിലെ പദമായ ഷോഫാദീം എന്നതിന് വിധി കൽപ്പിക്കുക എന്നും ഭരിക്കുക എന്നും അർത്ഥമുണ്ട്. വിമോചകർ അല്ലെങ്കിൽ രക്ഷകർ എന്ന അർത്ഥത്തിൽ ന്യായാധിപന്മാരെ ചിത്രീകരിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്ന ഇബ്താഹിനെ ഭരണകർത്താവ്, നേതാവായ തലവൻ എന്നീ വിധത്തിലും വിവരിച്ചിട്ടുണ്ട്. ബലവാന്മാരെ തോൽപ്പിക്കുന്ന ബലഹീന പാത്രങ്ങളാണ് ഈ പുസ്തകത്തിലെ ന്യായാധിപന്മാരിൽ ഏറിയ പങ്കും. ലോകപ്രകാരമുള്ള കഴിവുകൾ, യുദ്ധോപകരണങ്ങളോ ആയിരുന്നില്ല അവരുടെ ജയത്തിൻ്റെ ആധാരം. മറിച്ച് സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിന് അത്യന്ത ശക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരാരും വലിയ യുദ്ധ പ്രാവീണ്യമുള്ളവരായിരുന്നില്ല. ദൈവം ഓരോ തലമുറയിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നു. അവരെ കർത്താവ് ഉപയോഗിക്കുന്നു. ഈ പാഠം പഠിക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷയും എന്താ അറിയാമോ? നമുക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലേലും യുദ്ധസാമർഥ്യങ്ങളൊന്നും ഇല്ലേലും ദൈവം നമ്മെ വിളിച്ച് തലമുറയിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മെക്കൊണ്ട് ചില കാര്യങ്ങൾ തമ്പുരാൻ ഈ തലമുറ ചെയ്തെടുക്കാൻ ഇടയായിത്തീരും. അത് മറ്റാർക്കും ചെയ്യാൻ കഴിയത്തുമില്ല. അപ്പോൾ നിന്നെക്കുറിച്ച് ഇതിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നീ മനസ്സിലാക്കണം. അത് നീ ചിന്തിക്കുന്ന പോലെ വലിയ യുദ്ധപ്രാവീണ്യൊന്നും വേണ്ട, സൈന്യബലമൊന്നും വേണ്ട, ആയുധശേഖരങ്ങളൊന്നും വേണ്ട. ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ ഈ തലമുറ ഉപയോഗിക്കും. അപ്പോൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സിനെ ഉപയോഗിക്കുന്നത് പോലെ, വൈയെ ഉപയോഗിക്കുന്നത് പോലെ, എക്സും വൈയും ചെയ്യുന്നത് പോലെ നീക്ക് ചെയ്യണമെന്ന് ചിന്തിക്കരുത്. നിന്നെ കർത്താവ് ഈ തലമുറയിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് നീ വിധേയപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യണം, മറ്റുള്ളവർ പാടുന്ന പോലെ എനിക്ക് പാടണം, മറ്റുള്ളവർ പ്രസംഗിക്കുന്ന പോലെ എനിക്ക് പ്രസംഗിക്കണം, മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെയൊന്നുമല്ല. ദൈവം നിന്നോട് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നീയെ ചെയ്യാം. നമുക്ക് നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട്, 5 സൈസിലാണ് ഈ 5 ഉള്ളത്. വളരെ നല്ല കാര്യം, വെരി ഗുഡ് എന്ന് പറയാൻ നമ്മളിങ്ങനെ കാണിക്കും അല്ലേ അല്ലേ ഒരാൾ ചൂണ്ടി സംസാരിക്കുമ്പോൾ അല്ലേ. ഈ മോതിരവിരൽ എന്നുള്ള സംഭവം, ഈ സാധനം അവർ പറഞ്ഞത് ഇതിന് പറഞ്ഞത് മോതിരവിരലെന്നാണ്. ഇത് ചെറിയ വിരലെന്നാണ് അല്ലേ, ചെറിയ വിരൽ. ഈ പിള്ളേരെ പറഞ്ഞത് പെരുവിരലെന്നാണ്, പെരുവിരൽ അല്ലേ. അപ്പോൾ ഇതുങ്ങൾക്കൊക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഇവരെല്ലാം കൂടെ കൂടിയാണ് ഒരു കാര്യം ഒരുമിച്ച് പിടിക്കാനോ ഒരു ഉരുള ചോറ് ഒരുമിച്ച് കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും വേണം. ഇവരാരാ വലുതാരും ചെറുതും വിഷയമില്ല. ചിലർ പറയാറില്ലേ, ഇദ്ദേഹത്തിന് വലിയ വണ്ണമുണ്ട്, ഇദ്ദേഹത്തിന് ആരുടെ തന്നെ ചൂണ്ടി സംസാരിക്കുന്ന ആളാണ്, ഇദ്ദേഹം പെരുവിരലാണ്, ഇദ്ദേഹം മോതിരവിരലാണ്, അപ്പോൾ ഇവിടെ കുഞ്ഞനിതാ അല്ലേ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അവകാശം എന്നറിയാമോ, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങളെക്കാൾ എല്ലാവരേക്കാളും മുമ്പിൽ ഞാനാണ്. കണ്ടോ, ഇപ്പോൾ ഏത് വിരല ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്? ആ ചെറു വിരല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആരും തന്നെ ദൈവത്തിന് മുന്നിൽ അപ്രധാന പാത്രങ്ങളല്ല. നമ്മളെ ദൈവം ഉപയോഗിക്കും, അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മളായിത്തീരുന്ന നിശ്ചയം ഉപയോഗിക്കുന്നുണ്ട്, ആയിത്തീരും. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്ത പോലെ ചെയ്യണം എന്നുള്ളതല്ല, എന്നെക്കൊണ്ട് കർത്താവ് നമ്മൾ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് ഉത്സാഹിക്കുക. നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ സഹായപ്പെടേണ്ടിയായിത്തീരും. ശമൂവേൽ ആണ് ഗ്രന്ഥകാരൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്നിയേൽ തുടങ്ങി ശിംശോൻ വരെയുള്ള 325 വർഷത്തെ ചരിത്രം ഈ പുസ്തകം കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ സ്ഥിതിവിവരക്കണക്കുകൾ പറയുകയാണെങ്കിൽ പെത്രോസിലെ 7ാമത്തെ പുസ്തകമാണിത്. 21 അധ്യായമുണ്ട്, 618 വാക്യങ്ങളുണ്ട്. ചരിത്രപരമായ കാര്യങ്ങൾ അടങ്ങുന്ന 585ഓളം വാക്യങ്ങളുണ്ട്. നിവൃത്തിയായ പ്രവചനങ്ങൾ 33 വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 71 ചോദ്യമുണ്ട്, 71 കൽപ്പനയുണ്ട്, 26 പ്രവചനമുണ്ട്, 5 വാഗ്ദത്തങ്ങളുണ്ട്. ഇനി ഉള്ളടക്കം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇതിൻ്റെ 1ാമത്തെ അധ്യായത്തിന് 1ാമത്തെ വാക്യം മുതൽ 3-6 വരെ പുനരവലോകനമാണ്. അവരുടെ യാത്രയുടെ ഒരു പുനരവലോകനമാണ്. അവർക്ക് ദശത്തിൻ്റെ പുനരവലോകനം കാണാൻ കഴിയുന്നു. അതിനെ ഒന്നുകൂടെ ചെറുതാക്കി പഠിച്ചാൽ 1:1 മുതൽ 2:10 വരെ പിൽക്കാലത്തിലെ ഒരു നോട്ടമാണ്, തിരിഞ്ഞു നോട്ടം. അവരെങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നു. 2:11 മുതൽ 3:6 വരെ മുൻപോട്ടിലെത്തുന്നു. ഇനി നമ്മൾ എന്താണ് മുന്നോട്ട് പോകേണ്ടത്, ചെയ്യേണ്ടത് ചിന്തിക്കുന്നു. 3:7 മുതൽ 16:31 വരെ ന്യായന്മാരുടെ കാലഘട്ടങ്ങളാണ്. 3:7 മുതൽ 11 വരെ ഒത്നിയേലായിരുന്നു. 3:12 മുതൽ 30 വരെ യഹൂദായിരുന്നു. 3:31 ശങ്കരനെ കുറിച്ചുള്ള വിവരണങ്ങളാണ്. 4-5 അധ്യായങ്ങളിൽ ദെബോരയും ബാലക്കും തമ്മിലുള്ളതായ വിവരണങ്ങളാണ്. 6:1 മുതൽ 8:32 വരെ ഗെദിയോൻ്റെ ചരിത്രമാണ്. 6:1 അവസാനത്തിൽ ഗെദിയോൻ്റെ വിളിവ് കാണുന്നുണ്ട്. 7:1 മുതൽ കാണുമ്പോൾ 7 അധ്യായം നമുക്ക് ഗെദിയോൻ്റെ കൂടെ ഉള്ളവരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത് ഗെദിയോൻ്റെ വിജയമാണ്. 8:33 മുതൽ 9:57 വരെ അബീമേലെക്കിൻ്റെ വിജയമാണ്. 10:1 മുതൽ 5 വരെ തോലയും യായീരും തമ്മിലുള്ള ചരിത്രമാണ്. 10:6 മുതൽ 12:7 വരെ യിഫ്താഹിൻ്റെ ചരിത്രമാണ്. 10:6 മുതൽ 18 വരെ നമുക്ക് ഒന്നുകൂടി ചെറിഞ്ഞ് പഠിച്ചാൽ ഇസ്രായേലിൻ്റെ ദുഃഖം കാണാൻ കഴിയുന്നുണ്ട്. 11:1 മുതൽ 28 വരെ ഇസ്രായേലിനെയും യിഫ്താഹിനെയും
ഇഫ്താഹ് മുഖാന്നുള്ള രക്ഷപ്പെടുത്തൽ കാണാൻ കഴിയുന്നുണ്ട്. 11:29 മുതൽ 40 വരെ ഇഫ്താഹിൻ്റെ തീരുമാനം കാണാൻ കഴിയുന്നു. 12:1 മുതൽ 7 വരെ ഇഫ്താഹ് എഫ്രൈമിനെ സംഭരിക്കുന്നു. 12:8 മുതൽ 15 വരെ ഇബ്സാൻ, ഏലോൻ, അബ്ദോൻ എന്നിവരുടെ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. ഷിംഷോന്റെ ചരിത്രം 13:16 ഷിംഷോന്റെ ചരിത്രം തുടങ്ങിയ 13 അധ്യായം മുതൽ 16 അധ്യായം വരെ ഷിംഷോന്റെ ചരിത്രമാണ്. 13 അധ്യായത്തിൽ ഷിംഷോന്റെ ഒരു ഉദയം കാണാൻ കഴിയുന്നു. 14 ഷിംഷോന്റെ വിരുന്ന് കാണാൻ കഴിയുന്നു, വിരുന്നും കടങ്കഥയും കാണാൻ കഴിയുന്നുണ്ട്. 15 അധ്യായത്തിൽ ഷിംഷോന്റെ പ്രതികാര നടപടി കാണാൻ കഴിയുന്നു. 16 ദലീലയുടെ വഞ്ചന കാണാൻ കഴിയുന്നു. 17 മുതൽ 21 വരെ മത, ധാർമ്മിക, രാഷ്ട്രീയ അധപ്പതനം കാണാൻ കഴിയുന്നു. 17 അധ്യായത്തിൽ മീഖാവിൻ്റെ മനസ്താപനം കാണാൻ കഴിയുന്നു. 18 അധ്യായത്തിലെ മീഖാവും ദാനിയലും ഉള്ള ചരിത്രം കാണാൻ കഴിയുന്നു. 19 അധ്യായത്തിലെ ലേവിനും പെപ്പാട്ടിനുള്ള ചരിത്രം കാണാൻ കഴിയുന്നു. 20 21 അധ്യായത്തിലെ ബെന്യാമിനുള്ള യുദ്ധം കാണാൻ കഴിയുന്നു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ വിവരണം എന്നുള്ളത്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷൻ മുതൽ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വാക്യങ്ങളിലേക്ക് കയറി നമുക്ക് ചില കാര്യങ്ങളെ പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനകൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഈ ന്യായന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ദൈവം നമ്മെയും ഈ തലമുറയിൽ ഉപയോഗിക്കും. വലിയ ശക്തന്മാരോ സൈന്യബലമോ ആയുധബലമോ ഒന്നും ഇല്ലാതിരുന്നിട്ടും ഈ ജനത്തെ, ഈ തിരഞ്ഞെടുക്കപ്പെട്ടതായ ന്യായാധിപന്മാരെ കൊണ്ട് ദൈവം ആ തലമുറയിൽ വലിയ കാര്യങ്ങൾ ചെയ്യിച്ചെങ്കിൽ ഈ തലമുറ, ഈ നാളുകൾ നമ്മുടേതാണ്. ദൈവം നമ്മെ ഉപയോഗിക്കും, നമ്മെ ശക്തീകരിക്കും. ചില കാര്യങ്ങൾ ദൈവം നമ്മെക്കൊണ്ട് ഈ തലമുറ ചെയ്തെടുക്കുന്നുള്ള വിശ്വാസം മുമ്പായിരിക്കേണ്ടതായി തീരണം. എനിക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാൽ ആരും മാറിയിരിക്കരുത്. എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. എന്നെക്കൊണ്ട് ചില കാര്യം കർത്താവിനെ വിളിച്ച് ചെയ്യിക്കും. അത് മറ്റുള്ളവരെ ചെയ്യുന്ന പോലെ അങ്ങനെ പിടിവാശി പിടിക്കരുത്, അല്ലേ? മറ്റുള്ളവർ ചെയ്താൽ അവരെ വിളിയും വിചാരിക്കുക. എന്നാൽ നിനക്കൊരു വിളിയുണ്ട്, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നീയെ മനസ്സിലാക്കി അതിനുവേണ്ടി ഒരു മനടിയായി തീരണം. നമ്മൾ സമർപ്പിക്കാം. ദൈവത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഞങ്ങൾ ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ജീവന്മ ഹൃദയമായി സംസാരിക്കുമ്പോഴാണമേ ഞങ്ങൾ തന്നെ കാണുവാൻ, ഞങ്ങളെ മനസ്സിലാക്കുവാൻ, നിന്നിൽ കൂടുതൽ ആശ്രയിപ്പാൻ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാനായി നിങ്ങൾ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെല്ലാം നീ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും സഹായിക്കുന്നവരെല്ലാം നീ അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നന്ദി പറയുന്നത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.